الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൃത്യമായ രീതിയിൽ അനുസരിക്കുന്ന, അവൻ്റെ തൃപ്തി ലഭിക്കുന്ന, അവൻ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിലും ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാൻ ലോകമൊന്നാകെ വെമ്പൽ കൊള്ളുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ഒരു പ്രവാചകനാണ്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ അതേ പ്രവാചകനെ തന്നെ ഒരു ദൈവ അവതാരമായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവിടെയാണ് ഇസ്ലാം എങ്ങനെയാണ് ആ പ്രവാചകനെ കാണുന്നത് എന്ന്, ക്രൈസ്തവ വിശ്വാസം എങ്ങനെയാണ് ആ പ്രവാചകനെ കാണുന്നത് എന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതിൽ ചില സാമ്യതകൾ കാണാം, ചില വ്യത്യാസവും കാണാം. എവിടെയാണ് നമ്മൾ വ്യത്യാസപ്പെടുന്നത് എന്ന്, എവിടെയാണ് നമുക്ക് സാമ്യതകൾ ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അൽ മസീഹ് ഈസ ഇബ്നു മറിയം എന്നാണ്. അൽ മസീഹ്, മസീഹ് എന്ന വാക്കിന്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് തൊട്ടു മുമ്പ് വന്ന പ്രവാചകനാണ് യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം, അഥവാ യോഹന്നാൻ സ്നാപക് എന്ന പേരിൽ അറിയപ്പെടുന്ന, ബൈബിളൊക്കെ പരാമർശിക്കുന്ന പ്രവാചകൻ. യോഹന്നാൻ സ്നാപക യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, അന്ന് ജോർദാനിന്റെ നദിയിൽ അന്നത്തെ യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച ആളുകളെ അഭിഷേകം ചെയ്തിരുന്ന പ്രവാചകൻ. ആ പ്രവാചകൻ വരാനിരിക്കുന്ന ഈസയെക്കുറിച്ചുള്ള ബോധനങ്ങൾ, സന്തോഷ വാർത്തകൾ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ ഈസ വന്നപ്പോൾ അതേ ജോർദാൻ നദിയിൽ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ പ്രവാചകനെ അഭിഷേകം ചെയ്യുന്നു. അതുകൊണ്ടാണ് അൽ മസീഹ്, അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകൻ എന്ന പേരിൽ, അൽ മസീഹ് എന്ന പേര് ഈസാ നബിയെ കുറിച്ച് പറഞ്ഞു വരുന്നത്. എന്നാൽ നമുക്കറിയാവുന്ന പേര് ഈസ എന്നാണ്. ഈസ എന്ന പേര് അതെങ്ങനെയാണ് ലോപിച്ചു വന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. അറബിയിൽ ആദ്യമായി നമ്മൾ ബൈബിൾ പരിശോധിച്ചു നോക്കുമ്പോൾ, അറബിയിൽ എഴുതപ്പെട്ട ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അൽ യസൂ എന്ന വാക്കാണ് നമ്മൾ കാണുന്നത്. യസൂ, യാ കൊണ്ട്, സീൻ കൊണ്ട് തുടങ്ങി ഐന് കൊണ്ട് അവസാനിക്കുന്ന ഒരു പദം യസൂ. അത് പിന്നീട് ലോപിച്ചിട്ട് പിന്നീട് നമുക്ക് കാണാം യസൂ ഈസു എന്നാവുകയാണ്. ഈസു, അതാണ് യേശു എന്ന രീതിയിൽ ലോപിക്കുകയും, നമ്മൾ അറബിയിലേക്ക് നോക്കുകയാണെങ്കിൽ യസൂഇന്റെ അവസാനത്തെ ഐൻ മുന്നിലേക്ക് വരികയും
അതിന്റെ ആദ്യത്തെ യാ പിന്നിലേക്ക് വരികയും ചെയ്യുന്നു. ഒരു ചെറിയൊരു ഇന്റർചേഞ്ച് നടക്കുകയാണ് അവിടെ. ഈസ എന്ന് ലോപിച്ച് ഈസ എന്ന് നമ്മൾ ഇന്ന് ഖുർആനിൽ കാണുന്ന അതേ പദം, ആ പദത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈസ എന്ന പ്രവാചകനെ പരിചയപ്പെടുത്തി തന്നത്. ഈസാ നബി ജനിക്കുന്നത് ബത്ലഹേമിലാണ്. ബത്ലഹേം എന്ന വാക്ക് ബൈത്തുലഹം എന്നതിൽ നിന്ന് ലോപിച്ചു വന്നതാണ്. ബത്ലഹേമിൽ ജനിക്കുന്ന മഹാനായ പ്രവാചകൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശുദ്ധ ഖുർആൻ 25 തവണ പറയുന്നുണ്ട്. എത്രയാണ് വിശുദ്ധ ഖുർആൻ ഈസാ നബിയെ പിന്നെ പുകഴ്ത്തിയത് എന്നത്, എത്രയാണ് ഈസാ നബിയെ വിശുദ്ധ ഖുർആൻ പരിഗണിച്ചത് എന്നത് ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഈസയെ ബഹുമാനിച്ചു എന്നതുപോലെ തന്നെ ഈസാ നബിയുടെ മാതാവിനെയും ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ പറയപ്പെട്ട ഏക സ്ത്രീനാമം. എന്ന് മാത്രമല്ല, ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ നമ്മൾ കാണുന്നത് സൂറത്തു മറിയമാണ്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖുർആൻ അത്ര തന്നെ ബഹുമാനിച്ചിട്ടുണ്ട്. മറിയം ബീവിക്ക് പരിശുദ്ധാത്മ പ്രചോദനത്താൽ എന്നാണ് അവർ പറയുക, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഇതാ അള്ളാഹു ഒരു കുഞ്ഞ് നൽകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പക്ഷെ അന്ന് ബൈത്ലഹം അഥവാ ബത്ലഹം ഭരിച്ചിരുന്ന ഹെദോറസ് രാജാവ് അന്ന് ജനിക്കുന്ന കുട്ടികളെ കൊല്ലാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മൂസാ നബിക്കുള്ള അതേ ഒരു ചരിത്രം അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ അധികാരം പിടിച്ചെടുക്കാൻ ഇവിടെ ഒരു കുട്ടി പറക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണെങ്കിൽ തെരഞ്ഞുപിടിച്ച് വധിക്കുന്ന സമ്പ്രദായം അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അതറിഞ്ഞിട്ടാണ് ബത്ലഹേമിൽ ജനിച്ച പ്രവാചകനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബസമേതം മിസ്രിലേക്ക് പോവാണ്. ബൈബിളിന്റെ വേർഷൻ പറയുകയാണെങ്കിൽ തച്ചുപണിക്കാരനായ ജോസഫ് എന്നതാണ് ഈ മറിയമിന്റെ ഭർത്താവ്. ആ ഫാമിലി അടക്കം അവർ മിസ്രിലേക്ക്, ഇന്നും നമ്മൾ മിസ്രിലേക്ക് പോയാൽ ഒരു ഹാങ്ങിങ് ചർച്ച് കാണാം. ഹാങ്ങിങ് ചർച്ച് എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം പറയുന്നത് പോലെ പ്രവാചകനായ ഈസ അന്ന് ബത്ലഹേമിൽ നിന്നും അഭയം പ്രാപിക്കാൻ മിസ്രിലേക്ക് പോയപ്പോൾ താമസിച്ചത് അവിടെയായിരുന്നു. അവിടെ ഇന്ന് കോപ്റ്റിക് ക്രിസ്ത്യാനികൾക്ക് ഒരു ചർച്ച നമുക്ക് കാണാൻ കഴിയും. അവസാനം ബത്ലഹേമിലെ രാജാവ് മരിച്ചു എന്ന് പരിശുദ്ധാത്മാവ് അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹി കൊടുത്തതിന് ശേഷമാണ് തിരിച്ച് വീണ്ടും ഫലസ്തീനിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ ഫലസ്തീനിലേക്ക് വന്നത് ബത്ലഹേമിലേക്കായിരുന്നില്ല, നസ്രയത്തിലേക്കായിരുന്നു. അതുകൊണ്ടാണ് നസ്രയത്തിലേക്ക് വന്ന പ്രവാചകനായ യേശുവിൽ വിശ്വസിക്കുന്നവരെ നസ്രാണികൾ എന്ന് നമ്മൾ വിളിക്കുന്നതും അറിയപ്പെടുന്നതും ഒക്കെ. വിശുദ്ധ ഖുർആൻ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുത്ത സന്തോഷ വാർത്തകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് കാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചു തരികയാണ്. അൽ മസീഹ ഈസ ഇബ്നു മറിയം, ഈസ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ നിങ്ങൾക്ക് ജനിക്കാൻ വേണ്ടി പോവാണ്. വൈകല്യമുന്നാസ ഫിൽ മഹ്ദി വകഹല, സൂറത്തു ആൽ ഇംറാനാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. വൈകല്യമുന്നാസ ഫിൽ മഹ്ദി വകഹല, തൊട്ടിലിൽ നിന്ന് സംസാരിക്കുന്ന അത്ഭുതം കാണിച്ചിരുന്ന ഒരു ബാലൻ. വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ, വിശുദ്ധ ഖുർആൻ പറയാണ് ആ പ്രവാചകൻ ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകനാണ്. അവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള ഒരു വ്യത്യാസം. അവർ വിശ്വസിക്കുന്നത് ബനു ഇസ്രായേലിലേക്ക് മാത്രം വന്ന പ്രവാചകനല്ല, ബനു ഇസ്രായേലിലേക്ക് മാത്രം വന്ന ഒരു മനുഷ്യനല്ല, മറിച്ച് ലോകം ഒന്നടങ്കം വിശ്വസിക്കേണ്ട ഒരു മനുഷ്യനായിട്ടാണ്. അവിടെയാണ് ഖുർആൻ പറയുന്നത് അല്ല, ബനു ഇസ്രായേലിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന പല പ്രവാചകന്മാരും ഒരു ദേശത്ത്, ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്തേക്ക് എന്ന് മാത്രമല്ല, അത് ബൈബിൾ പോലും പറയുന്നുണ്ട്, നഷ്ടപ്പെട്ട ബനു ഇസ്രായേൽ ആടുകൾക്ക് അരികിലേക്കാണ് താങ്കൾ അയച്ചത് എന്ന് ബൈബിൾ തന്നെ കോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ബനു ഇസ്രായേലിലേക്ക് കടന്നു വന്ന പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ ഈസാ നബിയുടെ ഒരു മഹത്വം പറഞ്ഞപ്പോൾ നമുക്ക് കാണാം, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം, ആദം നബിയെ പോലെയാണ് ഈസാ നബി. ആദം നബി പിതാവും മാതാവും ഇല്ലാതെ ജനിച്ചു, ഈസാ നബി പിതാവില്ലാതെ ജനിച്ചു. ഇത് ഖാല ലഹു കുൻ ഫയകുൻ, ഇത് ഖാല ലഹു കുൻ ഫയകുൻ, അല്ലാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ ഭൂജാതനായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ രണ്ടാമത്തെ ഒരു വ്യത്യാസം കാണാൻ കഴിയും. ക്രൈസ്തവർ വിശ്വസിക്കുന്നത് വകലിമത്തുല്ലാ എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഈസാ നബിയെ കുറിച്ച്, അള്ളാഹുവിന്റെ വചനം എന്ന് പറഞ്ഞാൽ അള്ളാഹു കുൻ എന്ന വചനം പറഞ്ഞപ്പോൾ ഉണ്ടായി വന്ന ഒരു സൃഷ്ടി എന്ന നിലക്കാണ് ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നേരെ ക്രൈസ്തവർ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം തന്നെയാണ് ഈസ എന്ന് പറയുമ്പോൾ കലാമുള്ള ഖുർആനിന് നമ്മൾ കൊടുക്കുന്ന ഒരു ദിവ്യത്വമുണ്ട്. അതേ പദവിയിലേക്ക് അവർ ഉയർത്തിയത് കലിമത്തുള്ള എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. റസൂലൻ ഇലാ ബനി ഇസ്രായേൽ, ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകൻ. ആ പ്രവാചകൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നതായി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച കൊടുക്കുന്നു, രോഗമുള്ളവരുടെ രോഗങ്ങൾ ശാന്തി കൊടുക്കുന്നു,
വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയാണ്, മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ പുനർജീവിപ്പിച്ചിട്ടുണ്ട് ബിഇذനില്ലാഹ്. അതും കൂടെ നമ്മൾ വായിക്കണം. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് അത് ചെയ്തത്, സ്വന്തം കഴിവുകൊണ്ടല്ല. പലപ്പോഴും ആളുകൾ അത്ഭുതങ്ങൾ കാണുമ്പോൾ വീണു പോകാറുണ്ട്. അത്ഭുതങ്ങൾ കാണുമ്പോഴാണ് പലപ്പോഴും മനുഷ്യരെ ആളുകൾ ദൈവത്തിന്റെ ഒരു സന്നിധാനത്തിലേക്ക് ഉയർത്തുക. പക്ഷെ ഇതേ സംഭവം ബൈബിൾ നമുക്ക് ഉദ്ധരിച്ചിരുന്ന ചില കഥകൾ കാണാൻ കഴിയും. ബദായിനിയിലെ ലാസറിനെ പിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു കഥ ബൈബിൾ ഉദ്ധരിക്കുന്നുണ്ട്. യേശുക്രിസ്തു ബദായിനിയിലേക്ക് പോവാണ്. ലാസർ മരിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ലാസറിന്റെ സഹോദരി മാർത്ത അവിടെയുണ്ട്. മാർത്തയുമായി യേശുക്രിസ്തു നടത്തുന്ന ചില സംഭാഷണങ്ങൾ ബൈബിൾ ഉദ്ധരിച്ചു തരുന്നുണ്ട്. മാർത്ത യേശുക്രിസ്തുവിനോട് പറയാണ്, ഗുരു, താങ്കൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ അഥവാ ലാസർ മരണപ്പെടുകയില്ലായിരുന്നു. കാരണം താങ്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നെനിക്കറിയാം എന്നാ പറയുന്നത്. നമ്മൾ ആലോചിച്ചു, താങ്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം എന്നാണ് മാർത്ത പറയുന്നത്. യേശു മാർത്തയും കൂട്ടിയിട്ട് ലാസറിന്റെ കല്ലറയിലേക്ക് പോവാണ്. ആ കല്ലറയിലേക്ക് പോയിട്ട് യേശുക്രിസ്തു ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്ന വചനം കാണാം. ആകാശത്ത് പറയാണ്, സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സമാനമായി പറയുന്നുണ്ട്, വല്ലദീ ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർദി ഇലാഹ്, വല്ലദീ ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർദി ഇലാഹ്. ആകാശത്തുള്ളവൻ, സ്വർഗത്തിലുള്ളവൻ, അവിടെയും ദൈവം അല്ലാഹുവാണ്. ഫിൽ അർദി ഇലാഹുൻ, ഭൂമിയിലുള്ള ആരാധ്യൻ എന്ന് പറയുന്നതും ആ ഏകനായ ദൈവമാണ്. വിശുദ്ധ ഖുർആൻ പറയാൻ അതേ വചനങ്ങൾ യേശുക്രിസ്തു പറയാൻ, സ്വർഗസ്ഥനായ പിതാവേ, എന്റെ പ്രാർത്ഥന എന്നും നീ കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും നീ എന്നെ അയച്ചു എന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ പറയുന്നു, ലാസറെ പുറത്തു വരിക എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. ആലോചിച്ചോ, അങ്ങനെയാണ് ലാസർ പുറത്തേക്ക് വരുന്നത്. അത് ബൈബിൾ തന്നെ കോട്ട് ചെയ്യുന്നുണ്ട്. ആരുടെ പ്രാർത്ഥന പ്രകാരം യേശു പ്രാർത്ഥിച്ചു, അത് ഉത്തരം നൽകിയത് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവാണ് എന്നാണ് ബൈബിൾ തന്നെ സംസാരിക്കുന്നത്. മറ്റൊരു സന്ദർഭം കാണാം, യേശുവിന്റെ മുന്നിലൂടെ മറ്റൊരു പട്ടണത്തിൽ ഒരു ശവമഞ്ച കടന്നു പോവുക. ഒരു ഉമ്മയുടെ ഏകപുത്രനാണ് മരണപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തു ആ ശവമഞ്ചത്തിൽ ഒന്ന് തൊട്ടു. മരിച്ചുപോയ ആൾ പുനർജനിച്ചു. ഇത് വലിയൊരു പുരുഷാരം കാണുന്നുണ്ട്, വലിയ ജനങ്ങൾ കാണുന്നുണ്ട്. അവരെന്താണ് റെസ്പോണ്ട് ചെയ്തത് എന്നും ബൈബിൾ പറയുന്നുണ്ട്. അവർ പറയാണ്, ഇതാ ഒരു പ്രവാചകൻ അവതരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഒരു ദൈവമൊന്നും എന്നല്ല, ഒരു പ്രവാചകൻ അവതരിച്ചിരിക്കുന്നു. ഖദ് ജാഅക്കും റസൂലും മിർ റബ്ബിക്കും. ഖുർആൻ പറഞ്ഞില്ലേ, ഖദ് ജാഅക്കും റസൂലും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നും ഒരു റസൂൽ വന്നിരിക്കുന്നു. അതേ വാക്കാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മഹാനായ പ്രവാചകൻ ഈസാ നബി നടത്തിയ അത്ഭുതങ്ങളൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമുള്ള അത്ഭുതങ്ങളാണ്. സൂറത്തു ആൽ ഇംറാൻ പിന്നെയും പറയുന്നു, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത്ത് തൗറാത്ത്, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത്ത് തൗറാത്ത്. ഈസാ നബി വന്നത് തൗറാത്തിനെ സത്യപ്പെടുത്താനാണ്. പക്ഷെ ഇന്നത്തെ ക്രൈസ്തവത നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, തൗറ എന്ന് പറയുന്നത് പഞ്ചപുസ്തകം, പഴയ നിയമമാണ്. അതവർക്ക് വിഷയമല്ല, പുതിയ നിയമമാണ് അനുസരിക്കേണ്ടത്. പക്ഷെ ഖുർആൻ പറയുന്നത് തൗറയെ സത്യപ്പെടുത്തി വന്ന പ്രവാചകൻ. അത് തന്നെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കാണാം. തൗറയെ നീക്കം ചെയ്യാനല്ല ഞാൻ കടന്നു വന്നത്, മറിച്ച് തൗറയെ നിലനിർത്താൻ. ആകാശം നിലനിൽക്കുന്നിടത്തോളം കാലം തൗറയിലെ വള്ളിപുള്ളികൾ പോലും വ്യത്യാസപ്പെടൂല എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില വ്യത്യാസങ്ങളുണ്ട്, ചില സാമ്യതകളുണ്ട്. അത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കണം. എത്രയാണ് ആ സാമ്യതകൾ നമ്മൾ വായിക്കുന്നത്? തൗറാത്തിനെ സത്യപ്പെടുത്താൻ വേണ്ടി വന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ നമ്മളോട് പറഞ്ഞത് എന്താണ്? വഖാല റബ്ബി വറബ്ബുകും ഫഅബ്ദൂ, ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂ. സൂറത്ത് ആൽ ഇംറാൻ തന്നെ പറയാണ്, ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂ, എന്റെയും നിങ്ങളുടെയും നാഥനായ അല്ലാഹു, അവനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ഈസാ നബി പറഞ്ഞതായിട്ട് ഖുർആൻ പറയാം. ഈസാ നബിയുടെ അടുക്കലേക്ക്, യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് യോഹന്നാൻ സ്നാപകന്റെ, യഹ്യാ നബിയുടെ ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നുണ്ട്, ഗുരു, താങ്കൾ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. കാരണം യഹ്യാ നബി നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ ഒരു പ്രാർത്ഥന ഗുരു താങ്കളും പഠിപ്പിച്ചു തരണം. ആ സമയത്ത് യേശു ക്രിസ്തു അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥന കാണാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, അങ്ങനെയാണ്, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകട്ടെ. നമ്മുടെ പിതാവേ, റബ്ബുക്കും റബ്ബുന വറബ്ബുക്കും, റബ്ബുന വറബ്ബുക്കും, നമ്മുടെയും നിങ്ങളുടെയും ദൈവമായ അല്ലാഹു ഉണ്ടല്ലോ, അല്ലാഹുവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഗുരു, ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് ചോദിക്കാൻ വന്ന ഒരു ശാസ്ത്രിയോട് യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏകനായ ഒരു കർത്താവിനെ നീ ആരാധിക്കുക.
ഷമ്മ ഇസ്രായേല അഡോനായി എലോഹിം അഡോനായി അഹദ്. ഷമ്മ ഇസ്രായേല, ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ കേൾക്കുക. എഡോനായി എലോഹിം, നിങ്ങളുടെ കർത്താവ് ഏക കർത്താവാണ്, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. ഖുർആൻ പറയുന്ന അതേ വാക്കാണ്. ഖുർആൻ പറയുന്ന അതേ വാക്കാണ്. മാർക്കോസിന്റെ സുവിശേഷം 28-ാമത്തെ അധ്യായമാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ചില സാമ്യതകളുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതർ പറയാണ് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള സാമ്യതയാണ് ക്രിസ്ത്യാനിറ്റിയും ജൂതമതവും തമ്മിലുള്ളതിനേക്കാൾ സാമ്യതയുള്ളത്. ഇസ്ലാമും യഹൂദരും തമ്മിലുള്ള സാമ്യതയാണ് യഹൂദരും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ഉള്ളതിനേക്കാൾ സാമ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതാണ് മുഹൈമിനൻ അലൈഹി, ഇതാണ് അതിനൊക്കെ ജഡ്ജ് ചെയ്യുന്നത്. ഇത് വായിച്ചാലാണ് അതിന്റെയൊക്കെ സത്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ ഒരൊറ്റ സോഴ്സിൽ നിന്നാണ് എന്ന് ബോധ്യപ്പെടുന്നത് ഖുർആൻ വായിക്കുമ്പോഴാണ്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയണം, ഒരൊറ്റ പേജാണ് ഇതൊക്കെ പറയുന്നത്. സൂറത്ത് ആൽ ഇംറാൻ നമ്മൾ എടുത്ത് വായിക്കണം, 56-ാമത്തെ പേജ് എടുത്ത് നമ്മൾ വായിക്കണം. ഫലമ്മ അഹസ്സ ഈസാ മിൻഹുൽ കുഫ്ര, ഈസാ നബി ആളുകളോട് ഈ മതം പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമാണ് ആളുകൾ മതത്തെ നിഷേധിക്കും. യഹൂദർ നിഷേധിച്ചു. ആ സമയത്ത് ഈസാ നബി പറയാണ്, ഖാലമൻ അൻസാരി ഇലല്ലാഹ്, എന്നെ വിശ്വസിക്കാൻ എന്നെ സഹായിക്കാൻ ആരുണ്ട്? അൻസാറുകൾ എന്നാണ്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പ്രവാചകന്റെ ജീവിതത്തെ രണ്ടായി ഡിവൈഡ് ചെയ്താൽ ഹിജറക്ക് മുമ്പ് ഹിജറക്ക് ശേഷം എന്നാണ് നമ്മൾ ചരിത്രം ഒന്നാകെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്റെ കാരണം പ്രവാചകനെ ചില യുവാക്കൾ സഹായിച്ചു, അവരുടെ പേര് അൻസാറുകൾ എന്നായിരുന്നു. അവിടെയാണ് ഇസ്ലാമിന്റെ ചിത്രം തന്നെ മാറിപ്പോകുന്നത്. ബിഫോർ ഹിജറ, ആഫ്റ്റർ ഹിജറ, ചരിത്രം അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്നെ സഹായിക്കാൻ അൻസാരികളായി ആരുണ്ട്? ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. അപ്പോഴാണ് ചില ഹവാരിയങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ എന്ന് പറയുന്നത് പോലെ ഈസാ നബിക്ക് ഉണ്ടായിരുന്നത് ഹവാരിയങ്ങളാണ്. ആ ഹവാരിയങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയാൻ നഹ്നു അൻസാറുല്ലാഹ് ആമന്നാ ബില്ലാഹി വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ. നഹ്നു അൻസാറുല്ലാഹ്, അല്ലാഹുവിനെ സഹായിക്കാൻ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട്. ആമന്നാ ബില്ലാഹ്, അല്ലാഹുവിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ, താങ്കൾ സാക്ഷ്യം നിർവഹിച്ചു കൊള്ളുക, നമ്മൾ മുസ്ലിങ്ങളാണ്. റബ്ബന ആമന്ന ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബ്നാ മഅ ഷാഹിദീൻ. സൂറത്തുൽ ആൽ ഇംറാൻ പറയാണ്, അല്ലാഹുവേ നമ്മൾ വിശ്വസിച്ചു, അതുകൊണ്ട് ഫക്തുബ്നാ മഅ ഷാഹിദീൻ, ഷാഹിദീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എഴുതണേ. ഹവാരികൾ നടത്തുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സഹാബാക്കൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. ആ സഹാബാക്കൾ ആരായിരുന്നു എന്ന് ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 12 അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. യേശു ഒരു കടപ്പുറത്തോടെ കടന്നു പോകുമ്പോൾ മുക്കുവനായ ശീമോൻ പത്രോസിനെ കാണാൻ. പത്രോസ് എന്ന് പറയുന്നത് അന്ന് മീൻ പിടിച്ച് മാത്രം ജീവിച്ചിരുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അവന് ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മുക്കുവൻ യേശു വിശ്വസിക്കുന്നു. അവനാണ് പത്രോസ്, ശീമോൻ പത്രോസ്. നമ്മൾ ആലോചിച്ചു, പ്രവാചകന് സമാനമായി കാണുന്നുണ്ട്. സമൂഹത്തിന്റെ അടിത്തട്ടിലുണ്ടായ ബിലാലിനെ ചേർത്ത് പിടിച്ച പ്രവാചകൻ, അമ്മാറിനെ ചേർത്ത് പിടിച്ച പ്രവാചകൻ, അതേപോലെ പത്രോസിനെ ചേർത്ത് പിടിച്ച യേശുവിനെ ബൈബിള് നമുക്ക് കാണിച്ചിരുന്നുണ്ട്. പത്രോസ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാരിൽ ആദ്യത്തേത് ആര്? അബൂബക്കർ, ഉമർ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആദ്യത്തെ ആള് പത്രോസാണ്. അത്രയും സ്ഥാനമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ നമുക്ക് കാണാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹവാരിയങ്ങളെയും കൂട്ടി പ്രബോധനം ആരംഭിച്ചപ്പോഴാണ് യഹൂദർ ഇളകി വശായി. യഹൂദർ തീരുമാനിച്ചു, അന്നത്തെ ഫലസ്തീൻ ഭരിച്ചിരുന്നത് റോമക്കാരായിരുന്നു. റോമ ചക്രവർത്തിയോട് കള്ളക്കേസിൽ കുടുക്കിയിട്ട് യേശുവിനെ പിടിക്കാൻ വേണ്ടി ഒരു ഉത്തരവ് വാങ്ങിക്കാം. അന്ന് സൈന്യം ഒന്നാകെ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ. ആ സമയത്താണ് നമ്മൾ കാണുന്നത് യേശുവിനെ പിടിക്കുന്നതിന്റെ കൃത്യം ഒരു ദിവസം മുമ്പ്, തലേന്ന് രാത്രിയാണ് അവസാനത്തെ അത്തായം എന്ന പേരിൽ, ലാസ്റ്റ് സപ്പർ അത്തായം വരുന്നു. അവസാനത്തെ അത്തായം കഴിച്ചത് അന്നാണ്. പെസഹവായം, ദുഃഖവെള്ളി, പിന്നീട് ഈസ്റ്റർ ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് യേശു ക്രിസ്തു അവസാനത്തെ അത്താഴം കഴിക്കുന്ന സമയത്ത് ചില പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. യേശു ക്രിസ്തു പറയാൻ, ഈ 12 പേരിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറയുന്നത്. 12 പേരിൽ, 12 ശിഷ്യന്മാരിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. ഇത് കേട്ടപ്പോൾ പത്രോസിന് വല്ലാതെ രോക്ഷാകുലനായി. അങ്ങേ ഒറ്റിക്കൊടുക്കേ, അത് നമ്മുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ഒരിക്കലും സമ്മതിക്കില്ല, ഞാൻ തലയിറക്കും എന്ന് ഉമർ പറയുന്നത് പോലെയാണ് പത്രോസ് സ്വീകരിക്കുന്ന ഒരു സമീപനം. പക്ഷേ ആ പത്രോസിനോട് തന്നെ യേശു പറഞ്ഞു, നീ തന്നെയും എന്നെ നിഷേധിക്കും. നാളെ 3 തവണ കോഴി കൂവുന്ന സമയത്ത് 3 തവണ നീ തന്നെ എന്നെ നിഷേധിക്കും എന്ന് പത്രോസിനോട് പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ സംഭവിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ തരവില്ല. ഒന്നാമത്തെ ആള് പത്രോസാണ്. 12ാമത്തെ അപ്പോസ്തലൻ യൂദാസ് ഇസ്കറിയോത്ത എന്ന് പറയുന്ന യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു എന്ന് നമ്മൾ ചരിത്രം വായിക്കുന്ന യൂദാസ് അവർക്ക് വിവരം കൊടുക്കുകയാണ്. സൈന്യം അന്ന് ഗെത്ശമന തോട്ടത്തിലേക്ക് വരുന്നുണ്ട്. പ്രവാചകനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ആ തോട്ടത്തിൽ നടത്തിയ പ്രാർത്ഥന മത്തായിന്റെ സുവിശേഷം ഉദ്ധരിക്കുന്നുണ്ട്. കർത്താവേ, ഈ പാനപാത്രം നീ എന്നിൽ നിന്ന് നീക്കിത്തരണമേ. കാരണം യേശുവിന് കൃത്യമായ ഒരു ധാരണയുണ്ട്, ക്രൂശമരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ക്രൂശീകരണം എന്നിൽ നിന്ന് നീ മാറ്റിത്തരണമേ. എങ്കിലും എന്റെയല്ല,
പിതാവായ നിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് യേശു പ്രാർത്ഥിക്കുക. ബൈബിൾ വായിച്ചാൽ ആ പ്രാർത്ഥന കേട്ടിട്ടില്ല എന്ന് നമ്മൾ അറിയാം. ഖുർആൻ വായിച്ചാൽ ആ പ്രാർത്ഥന കേട്ടു എന്ന് നമ്മൾ അറിയാം. പ്രവാചകൻ ഈസ അന്ന് ആ തോട്ടത്തിൽ സുജൂദിൽ കിടന്നു പ്രാർത്ഥിച്ചു എന്നാണ്, മലർന്നു കിടന്നല്ല, അവിടെ കിടന്നു പ്രാർത്ഥിച്ചു എന്നാണ്. അവിടെ കിടന്നു പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന കേട്ടു എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ പറ്റിയിട്ടില്ല, അവർക്ക് കൊല്ലാൻ പറ്റിയിട്ടില്ല, ക്രൂശിക്കാൻ പറ്റിയിട്ടില്ല. സൂറത്തു നിസാഇന്റെ അവസാനത്തെ വാക്യങ്ങളാണ് അള്ളാഹുലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിച്ച യേശുവിന്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടു എന്ന് ഖുർആൻ. പക്ഷെ നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ ആ പ്രവാചകനെ ക്രൂശിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചില ചരിത്രങ്ങൾ വിശദമായി പറയാൻ സമയമില്ല. യൂദാസിന്റെ രൂപം മാറ്റുകയും യൂദാസിനെ ക്രൂശിച്ചു എന്നൊക്കെ ഇബ്നു കസീർ പറയുന്നുണ്ട്. ആ ക്രൂശിക്കാൻ പോകുന്ന തൊട്ട് മുമ്പ് യേശുവിന്റെ ശിഷ്യന്മാരെയൊക്കെ അന്നത്തെ സൈന്യം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രോസിനെ കാണുന്നത്. പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ യേശുവിന്റെ കൂട്ടത്തിലല്ലേ? പത്രോസ് യേശുവിനെ നിഷേധിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. ഒന്നല്ല 3 തവണ യേശു അതാണല്ലോ പറഞ്ഞത്. പക്ഷെ പ്രിയമുള്ളവർ, നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ആ ഹവാരിയങ്ങൾ, അപ്പോസ്തലന്മാരെ നമ്മൾ പഠിച്ചാൽ അള്ളാഹുവിനെ സഹായിക്കാൻ വന്ന ആളുകൾ എന്ന് പറഞ്ഞവർ ഒരിക്കലും യേശുവിനെ ഒറ്റ കൊടുക്കൂല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ എന്നതല്ല, അബൂബക്കറിൽ പോയിട്ട് ഏറ്റവും താഴ്ന്ന ഒരു സഹാബിയിൽ പോലും പ്രവാചകൻ ഒറ്റ കൊടുക്കാൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടല്ലേ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല, നമുക്കറിയാം ഉമ്മു അമാറ എന്ന് പറയുന്ന പ്രവാചക വനിതയുടെ മകനാണ് ഹബീബ് ഇബ്നു സയ്യിദ്. മുസൈലമത്തുൽ കദ്ദാബിന്റെ നാട്ടിലേക്ക് പോവാൻ, മുസൈലമ കള്ളപ്രവാചകനാണ്, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പോയ ഹബീബ് ഇബ്നു സയ്യിദിനെ മുസൈലമ കെട്ടിയിട്ടു. എന്നിട്ട് പ്രവാചകനെ നിഷേധിക്കാൻ പറഞ്ഞു, സമ്മതിച്ചില്ല. ഹബീബ് ഇബ്നു സയ്യിദിന്റെ ഓരോ ഭാഗങ്ങളും വാളുകൊണ്ട് കൊത്തിയെടുത്തു എന്നാണ്, വാളുകൊണ്ട് കൊത്തിയെടുത്തു. ആ സമയത്തും ഹബീബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ആ പേര്. ഹബീബ് ഇബ്നു സയ്യിദ് പോലും പ്രവാചകനെ നിഷേധിച്ചില്ല എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ഹവാരി, ഒരു അപ്പോസ്തലൻ നിഷേധിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. വീണ്ടും ബൈബിള് ആ ചരിത്രം പറയുന്നുണ്ട്. പത്രോസിന് വലിയ സങ്കടമായി. പത്രോസ് പിന്നീട് തൗബ ചെയ്തു, ഏറ്റവും നല്ല മനുഷ്യനായി, അങ്ങനെ ദഅവത്തിന് വേണ്ടി കടന്നുപോയി. അവസാനം പത്രോസിനെ റോമിൽ ക്രൂശിക്കപ്പെട്ടു എന്നാണ് ചരിത്രം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇറ്റലിയുടെ തലസ്ഥാനം, അതുപോലെ റോമിന്റെ തലസ്ഥാനമായി വത്തിക്കാനിൽ ഇന്ന് മാർപ്പാപ്പ ഇരിക്കുന്ന ചർച്ച്, അത് ഏറ്റവും ഇന്ന് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാണ്. സെന്റ് പീറ്റേഴ്സ് ബാസിലിക്ക എന്നാണ് ആ ചർച്ചിന്റെ പേര്, സെന്റ് പീറ്റേഴ്സ് ബാസിലിക്ക. സെന്റ് പീറ്റേഴ്സ് ബാസിലിക്കക്ക് ഒരു ചരിത്രമുണ്ട്. സെന്റ് പീറ്റർ എന്ന് പറഞ്ഞാൽ പത്രോസ് ദഅവത്തുമായി വന്നപ്പോൾ റോമിൽ അതേ സ്ഥലത്ത് വെച്ചാണ് പത്രോസിനെയും ക്രൂശിച്ചത് എന്ന്, തല കീഴായി ക്രൂശിച്ചു എന്നാണ് പറയുന്നത്. തല കീഴായി ക്രൂശിച്ചു. പത്രോസ് മരണം വരിച്ച, ഷഹാദത്ത് വരിച്ച അതേ സ്ഥലത്താണ് ഇന്ന് മാർപ്പാപ്പ ഇരിക്കുന്ന വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബാസിലിക്ക ഇരിക്കുന്നത് എന്നാണ് ചരിത്രം. നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഇസ്ലാം കൃത്യമായി ഹവാരിയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നഹ്നു അൻസാറുല്ലാഹ് എന്നാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, കുറെ വർഷങ്ങൾക്ക് ശേഷം എപ്പോഴാണ് നമുക്കറിയില്ല, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തിരികെ വരും എന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്. എവിടെ വരും? അതും കൃത്യമാണ്. ദിമഷ്കിൽ വെച്ച് വരും. ദിമഷ്കിൽ മനാറത്തു ബൈദ, ഒരു വെള്ള മിനാരത്തിൽ. ഇബ്നു കസീർ പറയുന്നുണ്ട്, ആ പള്ളി ഇന്ന് ജാമിഅ ഉമവിയാണ്. പണ്ടുണ്ടായിരുന്നത് ഒരു ക്രിസ്തീയ ദേവാലയമാണ്. അവിടെ ക്രൈസ്തവ ആളുകളുടെ സ്ഥലമായിരുന്നു. അത് മുസ്ലിങ്ങൾ പൈസക്ക് വാങ്ങിച്ചിട്ട് അവിടെയാണ് ജാമിഅ ഉമവിയ പണിയപ്പെട്ടത്. ആ ജാമിഅ ഉമവിയുടെ വെള്ള മിനാരത്തിൽ യേശു ക്രിസ്തു ഇറങ്ങും. അന്ന് യേശു ക്രിസ്തു ഇന്നത്തെ ആളുകളുമായി യുദ്ധം ചെയ്യും. അന്ന് യേശുവിന്റെ ഫോളോവേഴ്സ് മുസ്ലിങ്ങളായിരിക്കും, നമ്മളായിരിക്കും യേശുവിന്റെ സൈഡിൽ ഉണ്ടാവുക എന്നാണ് നമ്മുടെ വിശ്വാസം, അല്ലെ? അതാണ് നമ്മുടെ വിശ്വാസം. യേശുവിന്റെ സൈഡിൽ ആര് നിൽക്കും? നമ്മൾ നിൽക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചു, യേശുവിനെ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നവരാണ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ എത്ര കണ്ട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മൾ യേശുവിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങൾ കാണുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ പറയുന്നത്, യേശുവിനെ ആദരിക്കുന്ന, യേശുവിനെ ബഹുമാനിക്കുന്ന, യേശുവിന്റെ മാതാവിനെ പോലും ബഹുമാനിക്കുന്ന, യേശുവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ച് പറയപ്പെട്ട സൂക്തങ്ങൾ ഓതുമ്പോൾ പ്രതിഫലം കിട്ടുന്ന ഒരു സമുദായം, അവരാണ് മുസ്ലിങ്ങൾ. വിശുദ്ധ ഖുർആൻ ഈ സത്യവാക്യങ്ങളൊക്കെ പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അന്ന് വിശ്വസിച്ചിരുന്ന കുറെ ക്രൈസ്തവ വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അറിയണം, യേശു ക്രിസ്തു ജനിച്ചത് ഫലസ്തീനിലാണ്. അതേ ഫലസ്തീൻ മണ്ണിൽ നിന്ന് മദീനയിലേക്ക് വന്ന് വിശ്വസിച്ച ഒരു സഹാബിയാണ്, ഫലസ്തീനിയായ ഒരു സഹാബി. ഫലസ്തീനിയിലെ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സഹാബി, തമീമുദ്ദാരി എന്നാണ് ആ സഹാബിയുടെ പേര്. നമ്മൾ കേട്ടിട്ടുള്ള സഹാബിയാണ് തമീമുദ്ദാരി. തമീമുദ്ദാരിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ മദീനയിലേക്ക് വരുന്ന സമയത്ത് ഒരു ദ്വീപിൽ അകപ്പെടുന്നതും ദജ്ജാലിനെ കണ്ടതുമായ ഒരു കഥ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തമീമുദ്ദാരി മദീനയിലേക്ക് വരുന്ന സമയമാണ്. വലിയ അത്ഭുതമാണ് തമീമുദ്ദാരിയുടെ ചരിത്രം. അതുപോലെ അബിസീനയിലെ നജ്ജാശി രാജാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്.
അദ്ദേഹം ക്രൈസ്തവനായിരുന്നു. സൂറത്തു മറിയം ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വിശ്വസിക്കുകയായിരുന്നു. സൽമാനുൽ ഫാരിസിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മജൂസിയായിരുന്നു സൽമാനുൽ ഫാരിസി. പിന്നീട് 40 വർഷം സത്യമന്വേഷിച്ചിട്ടുള്ള നടത്തായിരുന്നു. 40 വർഷമാണ് അദ്ദേഹം നടന്നത്. അദ്ദേഹം അതിനിടയിൽ ക്രൈസ്തവനായിട്ടുണ്ട്. യഥാർത്ഥ ക്രൈസ്തവതയിൽ അദ്ദേഹം ചേർന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാരിൽ നിന്നും വരാൻ പോകുന്ന പ്രവാചകന്റെ 3 അടയാളങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനാണ് മദീനയിലേക്ക് അദ്ദേഹം പോയപ്പോ പ്രവാചകനിൽ ആ 3 അടയാളം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. 2 പുലർന്നു. 3ാമത്തേതിനു വേണ്ടി സൽമാൻ കാത്തിരുന്നു. അവസാനം അതും പുലർന്നപ്പോ സന്തോഷം കൊണ്ട് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ച് ഇസ്ലാം സ്വീകരിക്കുന്ന സൽമാനെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആലോചിച്ചു സത്യം എത്ര കൃത്യമായിട്ടാണ് നമ്മൾ അറിയുന്നത്. അവിടെയാണ് ഈ വിശുദ്ധ ഇസ്ലാം അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പ്രവാചകനായ യേശു അള്ളാഹുവിന്റെ മകനല്ല, മകനാണ് എന്ന് പറഞ്ഞ് ഒരു ആഘോഷം ഇവിടെ നടക്കാൻ പോവാണ്. അവിടെ മുസ്ലിങ്ങളായ നമുക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ നോതി വെച്ചതാണല്ലോ. സൂറത്തുൽ കഹ്ഫിൽ എന്താണ് പറയുന്നത്? വഖാലുത്തഖദല്ലാഹു വലദ. അവർ പറയാണ് അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. ഹോളി സ്പിരിറ്റ് ഉണ്ട്, സൺ ഉണ്ട്, അതുപോലെ തന്നെ ഫാദർ ഉണ്ട്. പിതാവും പരിശുദ്ധാത്മാവും, അതുപോലെ തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3ഉം ചേർന്ന സാരാംശത്തിൽ ഒന്നായ ദൈവം എന്നാണ് ത്രിയേകത്വം എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഒരു ആശയധാര എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിത്തറ പൊളിക്കുന്ന ഒരു ആശയധാരയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും കോളേജുകളിൽ അത്തരം ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്, പൊതുവേദികളിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അത് അത്ഭുതം നമുക്ക് തോന്നുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസികളിൽ തന്നെ പല ആളുകളും അത് നിഷേധിക്കുന്നു എന്നതാണ്. പെന്തക്കോസ്റ്റ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. അവർ പോലും ഈ വിശ്വാസത്തെ പിന്താങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ അത് കുടപിടിക്കാൻ, അത് ആഘോഷിക്കാൻ, അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളിൽ ചില ആളുകൾക്കുള്ള ആവേശം നമ്മൾ ആലോചിച്ചു പോകും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മറിയമിന്റെ അവസാനം പറയാണ്, ആ പറയുന്ന വചനം കൊണ്ട് ആകാശം തന്നെ പിളരാറായി എന്നാണ് ഖുർആൻ പറയുന്നത്. അത്രയും അപകടമുള്ള ഒരു ആശയം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനാണ്, നമ്മുടെ ദീനാണ്. പക്ഷെ നമുക്ക് ഒരടിസ്ഥാന പോയിന്റ് ഉണ്ട്. എന്താണ്? അതിന്റെ അവത്താണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ടത് ഇത് പഠിക്കുക എന്നതാണ്. ഒരു ഖുതുബയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ ഈ ചരിത്രം. വിശാലമായ ചരിത്രമാണ്. നമ്മൾ പഠിക്കണം വിശുദ്ധ ഖുർആനിന്റെ അടിപ്പടയിൽ. എന്നിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ മൂല്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം, അത് പ്രബോധനം ചെയ്യണം. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. وقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബൈത്തുൽ മഖ്ദിസ് പിടിച്ചടക്കുന്ന ഒരു രംഗം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. ബൈത്തുൽ മഖ്ദിസ് അദ്ദേഹം പിടിച്ചെടുത്തു. അങ്ങനെ അസറിന്റെ ബാങ്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് നമസ്കരിക്കണം. അന്ന് അവിടുത്തെ പാർട്ടിയാക്കൈസ് അദ്ദേഹം ഒരു പള്ളി ഉമറിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ദേവാലയം തുറന്നു തരാം, നിങ്ങൾ ഇവിടെ നമസ്കരിച്ചോളൂ എന്നാണ് പറയുന്നത്. ഏതാണ് ആ ദേവാലയം? ഇന്ന് ഫലസ്തീനിൽ പോയാൽ നമുക്ക് കാണാം. കനീസത്തുൽ ഖിയാമ, ദ ചർച്ച് ഓഫ് റെസ്ക്രഷൻ എന്ന് പറഞ്ഞാൽ യേശു പുനർജനിച്ചിരുന്ന ഒരു ചർച്ച് എന്നാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ യേശു അന്ന് ക്രൂശീകരിക്കപ്പെട്ടു, യേശുവിന്റെ ജഡം അന്ന് അവിടെ ഈ സ്ഥലത്ത് തന്നെ മറവ് ചെയ്യപ്പെട്ടു. 3-ാം നാളിൽ യേശു പുനർജനിച്ചു എന്നാണ് പറയുന്നത്. 3-ാം നാളിൽ പുനർജനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം യേശു ക്രിസ്തു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ്. അതേ വിശ്വാസത്തിൽ ആ വചനങ്ങൾ വായിച്ചാൽ യേശു തിരിച്ചു വന്നു, ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു. എന്തിന്? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തിരിച്ചു കാണിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിശ്വാസം? യേശു മരിച്ചിട്ടില്ല, യേശു ഇന്നും ഹയ്യുൻ ഫിസ് സമ എന്നതുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഉമർ ബിൻ ഖത്താബിനോട് അവിടെ നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇല്ല, ഞാനിവിടെ നമസ്കരിച്ചാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ വന്ന ആളുകൾ പറയും ഇത് ഉമർ നിസ്കരിച്ച പള്ളിയാണ്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണം, അതുകൊണ്ട് നമസ്കരിക്കൂല. പിന്നീട് കുറച്ച് മാറി വേറൊരു സ്ഥലത്താണ് നമസ്കരിച്ചത്. അവിടെ ഇന്നൊരു പള്ളി കാണാം, മസ്ജിദ് ഉമർ. ഫലസ്തീനിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന സംഭവമാണ് മസ്ജിദ് ഉമർ. അവിടെ വേറൊരു പള്ളി വന്നു. ഇന്നും മസ്ജിദുൽ കനീസത്തുൽ ഖിയാമ ഇന്ന് അത് സംരക്ഷിക്കുന്നു. അത് തുറക്കാനും അതിന്റെ പരിപാലനം നടത്താനും
ചില മുസ്ലിം കുടുംബത്തിന് അന്ന് ആ ഒരു അന്നത്തെ അച്ഛൻ അല്ലെങ്കിൽ അന്നത്തെ ക്രൈസ്തവ വിശ്വാസ പ്രകാരമുള്ള പാർത്രാക്കീസ് അന്ന് ഉമറിന്റെ സമ്മതത്തോടുകൂടി ആ നാട്ടിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങൾക്ക് കൊടുത്ത ചാവിയാണ്. ഇന്നും അത് നിലനിർത്തി പോകുന്നത് മുസ്ലിം സമൂഹമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ ജിഹാദിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ഇല്ല, ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ്? നിങ്ങൾ ജിഹാദ് ഉപയോഗപ്പെടുത്തണം. എന്തിന്? ചർച്ചകൾ പൊളിക്കപ്പെടാതിരിക്കാൻ. ലഹുദ്ദിമത്ത് സവാമിഉ വബിയ്ഉ വസലവാത്തുൻ വമസാജിദ്. ചിലപ്പോൾ യഹൂദ സിനഗോഗുകൾ പൊളിക്കപ്പെടും, വസലവാത്തുൻ ചർച്ചുകൾ പൊളിക്കപ്പെടും, വബിയ മഠങ്ങൾ പൊളിക്കപ്പെടും. അവസാനമാണ് മസ്ജിദിനെ കുറിച്ച് പറയുന്നത്. വമസാജിദ് നാലാമതാണ് മസ്ജിദിനെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെ പൊളിക്കപ്പെടരുത്, അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സഹാബിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു. ദീർഘമായി പറയേണ്ടതാണ്, സമയമില്ല. അദ്ദേഹം ഉൾക്കൊണ്ട വിശ്വാസത്തെ എത്രയാണ് അദ്ദേഹം ഉള്ളിൽ കൊണ്ട് നടന്നത് എന്ന് തിരിച്ചറിയാൻ ഒറ്റ കാര്യം ഞാൻ പറയാം. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജറ 9-നാണ്. ചില ആളുകൾ പറഞ്ഞു ഹിജറ 10-ന് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് ഹിജറ 11-നാണ്. പ്രവാചകന്റെ കൂടെ ഒറ്റ കൊല്ലം മാത്രമാണ് ക്രിസ്ത്യാനി ആയിരുന്നിട്ട് പിന്നെ ഇസ്ലാമിലേക്ക് വന്ന തമീമുദ്ദാരി എന്ന സഹാബി ജീവിച്ചിരുന്നത്. വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച 4 സഹാബാക്കളുണ്ട്. സർട്ടിഫൈഡ് ചെയ്ത 4 സഹാബാക്കൾ. അതിലൊരാൾ തമീമുദ്ദാരിയാണ്. എത്ര അദ്ദേഹത്തിന് കിട്ടിയത്? ഒരൊറ്റ കൊല്ലം. 1 കൊല്ലം കൊണ്ടാണെങ്കിലും അവസാനം കടന്നു വന്ന ആളാണെങ്കിലും ആ വാല്യൂ അദ്ദേഹത്തിന് മനസ്സിലായി. ഇസ്ലാമിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലായി. ഖുർആൻ എന്താണെന്ന് മനസ്സിലായി. ആരുടെ ഉസ്താദാണ് എന്ന് പറയുമ്പോൾ അത്ഭുതം. ഇബ്നു അബ്ബാസിന്റെ ഉസ്താദാണ്, ഇബ്നു ഉമറിന്റെ ഉസ്താദാണ്. ആര്? തമീമുദ്ദാരി എന്ന് പറഞ്ഞ ഫലസ്തീനിലെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിട്ട് മദീനയിലേക്ക് വന്ന ഒരു സഹാബി. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ആദർശത്തിന്റെ മതിപ്പ് എന്താണെന്ന്, അതിന്റെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പീക്കായ ലെവൽ ഉണ്ട്. അതാണ് തമീമുദ്ദാരി കാണിച്ചിരുന്നത്. അല്ലാഹു നമുക്കൊക്കെ ഈ ഇസ്ലാമിനെ കൂടുതൽ നെഞ്ചോട് ചേർക്കാൻ, അതിന്റെ ത്യാഗത്തിൽ ഭാഗവാക്കാകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളെയും പ്രയാസം അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെയൊക്കെ പരലോക ജീവിതം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക്, ഇണകളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു സ്വാലിഹത്തായ ഇണകളെ നൽകി സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ സമയത്തിന് എല്ലാവിധ ഖൈർ ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ നമ്മുടെ മക്കൾക്ക്, ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു നിത്യമായ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون.